എല്ലാവർക്കും SSC അറബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ് എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാം ഭാഗമാണ്, പാർട്ട് 2 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, SSC എക്സാംസ് ആയാലും അതുപോലെ തന്നെ RRB എക്സാംസ് ആയാലും ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. The railway line was established during the reign of which Governor General in India? ഏത് ഗവർണർ ജനറലിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ റെയിൽവേ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഈ ചോദ്യം RRB എക്സാംസിന് വരാൻ ചാൻസ് ഉള്ളതാണ്, റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ. അപ്പം ഏത് ഗവർണർ ജനറലിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അത് ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. ആരുടെ കാലഘട്ടത്തിലാണ്? ലോർഡ് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. ലോർഡ് ഡൽഹൌസിയെ തന്നെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയും ചോദ്യം വരാം, ഹൂ ഈസ് നോൺ എസ്, അല്ലെങ്കിൽ വിച്ച് ഗവർണർ ജനറൽ ഈസ് നോൺ എസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്? ആരാണ്? അതും ലോർഡ് ഡൽഹൌസി തന്നെയാണ്. അപ്പം ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ റെയിൽവേ ലൈൻ വരുന്നത്? ലോർഡ് ഡൽഹൌസിയുടെയാണ്. ലോർഡ് ഡൽഹൌസിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫസ്റ്റ് റെയിൽവേ റൂട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് ഏതാണ്? റെയിൽവേ ലൈൻ ഏതാണ്? ബോംബെ ടു താനെയാണ്. ബോംബെയിൽ നിന്നും താനെ വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1853 ഇതിൻ്റെ ഇനാഗുറേഷൻ, ഫോമൽ ഇനാഗുറേഷൻ നടക്കുന്നത് 1853. ഇങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്, ആദ്യത്തെ റെയിൽ റൂട്ട് ഏത് വർഷമാണ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 1853 ബോംബെ ടു താനെയാണ്, മറക്കരുത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ബോംബെ ടു താനെയാണ്. 1853 ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് എത്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്? 21 മൈൽസ് ആണ്. 21 മൈൽസ് ആണ് ബോംബെ ടു താനെ റൂട്ടിൻ്റെ കിലോമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 മൈൽസ് ആണ്. ഇനി അത് കിലോമീറ്ററിൽ നമ്മൾ പലതും 34 കാണുന്നുണ്ട്, 33.8 കാണുന്നുണ്ട്. അപ്പോൾ 33.8 ആണ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ 33.8 കാണില്ല, പകരം ഏതായിരിക്കും? 34 ആയിരിക്കും കാണുന്നത്. അപ്പം 21 മൈൽസ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് ഗവർണർ ജനറലിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്? അത് ലോർഡ് ഡൽഹൌസിയുടെ ഭരണകാലഘട്ടത്തിലാണ്. അദ്ദേഹത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് റെയിൽവേ റൂട്ട് ഏതാണ് ഇന്ത്യയിലെ? ബോംബെ ടു താനെയാണ്. വർഷം 1853. അതിൻ്റെ ലെങ്ത് 21 മൈൽസ് അല്ലെങ്കിൽ 33.8 കിലോമീറ്റേഴ്സ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു എന്നറിയാമോ? അത് ജോൺ മത്തായി ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണ്? ജോൺ മത്തായിയാണ്, മറക്കരുത്, നോട്ട് ചെയ്യുക. ഇനി ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ, കറണ്ട് റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? അത് അശ്വിനി വൈഷ്ണവാണ്. ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, കറണ്ട് ചെയർമാൻ ആൻഡ് CEO ഓഫ് റെയിൽവേ ബോർഡ്. ഇപ്പോഴത്തെ റെയിൽവേ ബോർഡിൻ്റെ കറണ്ട് ചെയർമാൻ ആൻഡ് CEO ആരാണ്? അത് സതീഷ് കുമാർ ആണ്, മറക്കരുത്. ആരാണ് ഇപ്പോഴത്തെ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് CEO? സതീഷ് കുമാർ ആണ്. ഇനിയും റെയിൽവേ ബോർഡിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആൻഡ് CEO, ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ആൻഡ് CEO ആരാണ്? ജയാവർമ്മ സിൻഹയാണ്. ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ആൻഡ് CEO ആരാണ്? ജയാവർമ്മ സിൻഹയാണ്. ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള ചെയർമാൻ ആൻഡ് CEO ആരാണ്? സതീഷ് കുമാർ ആണ്, മറക്കരുത്. അപ്പം നമുക്ക് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ലോർഡ് ഡൽഹൌസിയുടെ ഭരണകാലഘട്ടത്താണ്. അദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് ബോംബെ ടു താനെയാണ്. 1853 വരുന്നത്. ഇനിയും 21 മൈൽസ് ആണ് അതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഏകദേശം 33.8 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു? ജോൺ മത്തായി ആയിരുന്നു. ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെയർമാൻ ആൻഡ് CEO ഓഫ് റെയിൽവേ ബോർഡ് ആരാണ്? സതീഷ് കുമാർ ആണ്. ആദ്യ വനിതാ ചെയർപേഴ്സൺ ആൻഡ് CEO ഓഫ് റെയിൽവേ ബോർഡ് ആരാണ്? ജയാവർമ്മ സിൻഹയാണ്, മറക്കരുത്. ഹൂ വാസ് ദ ഫസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയ് ഓഫ് ഇന്ത്യ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് പാർട്ടിൽ. ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി? ഏത് പദവി മാറിയിട്ടാണ് വൈസ്രോയി ആയത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി മാറിയിട്ടാണ് വൈസ്രോയി എന്ന പദവിയായിട്ട് മാറിയത്. ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരാണത്? ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി മാറിയിട്ടാണ് വൈസ്രോയി എന്ന പദവിയായത്. അത് ഏത് വർഷമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഏത് ആക്ട് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ചോദ്യങ്ങളാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആര്? ഏത് വർഷം? അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആര്? അത് ഏത് വർഷം? ഏത് ആക്ട്?
ഇനി അതുപോലെ തന്നെ വൈസ്രോയി ആദ്യത്തെ നമ്മളിപ്പോൾ പറഞ്ഞു, അത് ഏത് ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ആയത്, അതുപോലെ തന്നെ എന്താണ് അത് ഏത് വർഷമാണ്, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതെല്ലാം. അതെല്ലാം നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. നിങ്ങൾ താഴെ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒന്നുകൂടെ ആവർത്തിക്കും. നിങ്ങൾ ആ ചോദ്യം കേട്ടിട്ട് കറക്റ്റ് ഓർഡറിൽ എന്താണ് അതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് മറക്കരുത്, ലോർഡ് കാനിങ് ആണ്. The College of Fort William was established by which one of the following Governor Generals? താഴെ പറയുന്നവയിൽ ഏത് ഗവർണർ ജനറലാണ് കോളേജ് ഓഫ് ഫോർട്ട് വില്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആരാണത്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അപ്പം ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ത് കോളേജ് ഓഫ് ഫോർട്ട് വില്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് എന്താണ് നിങ്ങൾ നിർബന്ധമായും നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണ്, നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കാൻ പാടാണ്. കുറേ പോയിന്റ്സ് ഉണ്ട് റിച്ചാർഡ് വെല്ലസ്ലിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലുമെല്ലാം കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് നല്ലപോലെ റിവൈസ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഫോർട്ട് വില്യം കോളേജ് ഓഫ് ഫോർട്ട് വില്യം ആര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഏത് വർഷമാണ്? 1800 വർഷം. 1800 ജൂലൈ 10 എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? കൽക്കത്തയിലാണ്. അപ്പം 1800 ജൂലൈ 10 ഫോർട്ട് വില്യം കോളേജ് കൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം? സിവിൽ സർവൻസിനെ ട്രെയിൻ ചെയ്യുക എന്നതായിരുന്നു എന്താ ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സിവിൽ സർവൻസിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നായിരുന്നു. ഇനി റിച്ചാർഡ് വെല്ലസ്ലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറയുകയാണ്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ എന്താണ്? ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിൻ്റെയൊക്കെ സമയത്ത് ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ എന്നും ഫോർത്ത് ആംഗ്ലോ മറാത്ത വാർ എന്നും ആയി പോകരുത്. എന്താണ്, നല്ല രീതിയിൽ നോട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഇനിയും സെൻസർഷിപ്പ് ഓഫ് ദ പ്രസ് ആക്ട് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മറക്കരുത്, സെൻസർഷിപ്പ് ഓഫ് ദ പ്രസ് ആക്ട് ഏത് വർഷം? 1779. ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മറക്കരുത്, നോട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കിയാലോ. ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് ഗവർണർ ജനറലാണ്? അത് ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഫോർട്ട് വില്യം കോളേജ് കൊൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 1800 ജൂലൈ 10 ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മറക്കരുത്, സിവിൽ സർവൻസിനെ ട്രെയിൻ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിനും സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. സെൻസർഷിപ്പ് ഓഫ് ദ പ്രസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഏത് വർഷം? 1779. മറക്കരുത്, സെൻസർഷിപ്പ് ഓഫ് ദ പ്രസ് ആക്ട് 1779. ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഹു ഇൻട്രൊഡ്യൂസ് ദ സബ്സിഡറി അലയൻസ് ഇൻ ഇന്ത്യ? ഈ ഒരു പോയിന്റ് കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഓർമ്മ നിൽക്കും. അതേസമയം ഒരു പോയിന്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങളിത് മറക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ഓർത്തിരിക്കാൻ എന്താണ് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് കഴിഞ്ഞ ചോദ്യത്തിൽ പറയാതിരുന്നത്. അപ്പം സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഇന്ത്യയിൽ? അതും ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മറക്കരുത്, ഇന്ത്യയിൽ സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഇനി നിങ്ങൾ മറക്കുമോ? ആരാണ്? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അപ്പം റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫോർട്ട് വില്യം കോളേജ് കൽക്കത്തയിൽ 1800 ജൂലൈ 10 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അതുപോലെ സെൻസർഷിപ്പ് പ്രസ് ആക്ട് അല്ലെങ്കിൽ സെൻസർഷിപ്പ് ഓഫ് ദ പ്രസ് ആക്ട് 1779 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഇനിയും അതിൻ്റെ കൂടെ എന്താണ്? സബ്സിഡറി അലയൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മറക്കരുത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഇൻട്രൊഡ്യൂസ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് റവന്യൂ പരിപാടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സെമീന്ദാരി സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. പെർമനന്റ് സെറ്റിൽമെന്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗവർണർ ജനറലാണ് അല്ലെങ്കിൽ ആരുടെ കാലഘട്ടത്തിലാണ്? ലോർഡ് കോൺവാലിസിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്നാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് 1793 ഇന്ത്യയിലെ പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്?
ലോർഡ് കോൺവാലിസ് ആണ്. മറക്കരുത്, നോട്ട് ചെയ്യുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ ഈ ചോദ്യം പഠിക്കുക. ഇത് മാത്രമല്ല, സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാന്നുള്ള ചോദ്യവും അതുപോലെ തന്നെ ഈ ചോദ്യവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ നോക്കി. പെർമനന്റ് സെറ്റിൽമെന്റ്, ഇന്ത്യയിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ലാൻഡ് റവന്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. ഏത് വർഷം? 1793 ലോർഡ് കോൺവാലിസ് നമ്മൾ പഠിച്ചതാണ് എന്ത്? ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലോർഡ് കോൺവാലിസിനെയാണ്. മറക്കരുത്, സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലോർഡ് കോൺവാലിസ് ആണ്. റെയിൽവേയുടെ പിതാവ് ആരാണ്? നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്തു. ആരാണ് റെയിൽവേസിന്റെ പിതാവ്? ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആരാണ്? ലോർഡ് ഡെൽഹൌസിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോർഡ് കോൺവാലിസ് ആണ്. ഏത് വർഷം? 1793 ഇനിയും ലോർഡ് കോൺവാലിസ് ഫാദർ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? അതും ലോർഡ് കോൺവാലിസിനെയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് അബോളിഷ്ഡ് സതി ഇൻ ഇന്ത്യ? അപ്പം സതി എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ആരാണ് ഇന്ത്യയിൽ സതി എന്ന പ്രാക്ടീസ് അബോളിഷ് ചെയ്യുന്നത്, നിർത്തലാക്കുന്നത് ആരാണ്? ഏത് ഗവർണർ ജനറലാണ്? ഏതാണ്? ലോർഡ് വില്യം ബെൻഡിക്റ്റ് ആണ്. മറക്കരുത്, സതി അബോളിഷ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് വില്യം ബെൻഡിക്റ്റ് ആണ്. ഏത് വർഷം? 1829 1829 എന്ത്? വില്യം ബെൻഡിക്റ്റ് സതി അബോളിഷ് ചെയ്യുന്നത്. ഇനിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ എല്ലാ ജൂറിസ്ഡിക്ഷൻസിലും സതി ബാൻ ചെയ്തുകൊണ്ടുള്ള ബംഗാൾ സതി റെഗുലേഷൻ പാസ്സായത് എന്നാണ്? ഡിസംബർ 4 1829. ഡേറ്റോട് ഓർത്ത് വെച്ചോണം. ഡിസംബർ 4 1829 സതി പ്രാക്ടീസ് ബാൻ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ എല്ലാ ഓൾ ജൂറിസ്ഡിക്ഷൻസിലും ഈ സതി പ്രാക്ടീസ് ബാൻ ചെയ്തുകൊണ്ടുള്ള ബംഗാൾ സതി റെഗുലേഷൻ പാസ്സായതെപ്പോഴാണ്? ഡിസംബർ 4 1829. ഈ വില്യം ബെൻഡിക്റ്റ് ആരാണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വില്യം ബെൻഡിക്റ്റ് ആണ്. ഈ ചോദ്യം ഞാൻ ആദ്യം നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ ചോദ്യങ്ങൾ മാറ്റിത്തരാം. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? സതി അബോളിഷ് ചെയ്തത്, ഇന്ത്യയിൽ സതി അബോളിഷ് ചെയ്തത് ആരാണ്? ലോർഡ് വില്യം ബെൻഡിക്റ്റ് ആണ്. വർഷം 1829 1829. ബംഗാൾ സതി റെഗുലേഷൻ പാസ്സായത് ഡിസംബർ 4. ആ ഒരു ഡേറ്റോടെ നിങ്ങൾ പഠിച്ചോണം. ഡിസംബർ 4 1829. ഡിസംബർ 4 1829 എന്ത്? ബംഗാൾ സതി റെഗുലേഷൻ പാസ്സാവുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണെന്ന് പറഞ്ഞു. ആരാണ് അത്? വില്യം ബെൻഡിക്റ്റ് ആണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നിങ്ങൾ താഴെ കമന്റ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ഏത് ആക്ട് പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത്? ഇനി അടുത്ത ചോദ്യം, ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, നമ്മളിപ്പോൾ പറഞ്ഞു വില്യം ബെൻഡിക്റ്റ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന്. അപ്പം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറിയത് ഏത് ആക്ട് പ്രകാരമാണ്? ഇനി അതുപോലെ തന്നെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി ആയി മാറിയത് ഏത് ആക്ട് പ്രകാരമാണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, മറക്കരുത്. ഈ ഓപ്ഷനിലെ കേഴ്സൺ കണ്ടപ്പോഴാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഓർമ്മ വന്നത്. സ്ഥിരമായിട്ട് SSCക്കും RRBക്കും ഒക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഏത് വൈസ്രോയി ആയിരുന്നു? ബംഗാൾ വിഭജനം നടന്ന സമയത്ത്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്ന സമയത്ത് വൈസ്രോയി ആരാണ്, അല്ലെങ്കിൽ ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ലോർഡ് കഴ്സൺ ആണ്. അപ്പം ബംഗാൾ പാർട്ടീഷൻ നടത്തിയ വൈസ്രോയി ആരാണ്? ലോർഡ് കഴ്സൺ ആണ്. വർഷമേതാണ്? 1905 1905 അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യവും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തിയ വൈസ്രോയി ആരാണ്? അത് ലോർഡ് കഴ്സൺ ആണ്. ഏത് വർഷമാണ്? 1905. ഇനി അതുപോലെ തന്നെ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അസാധുവാക്കിയത്, ക്യാൻസൽ ചെയ്തത് ആരാണ്? ഏത് വൈസ്രോയി ആണ്? ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. മറക്കരുത്. ഏത് വർഷം? 1911. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ബംഗാൾ വിഭജനം 1905. ഏത് വൈസ്രോയി ആണ്? ലോർഡ് കഴ്സൺ ആണ്. ഇനി ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യുന്നത്, അസാധുവാക്കുന്നത് ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഏത് വർഷം? 1911. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഹു എമംഗ് ദ ഫോളോയിങ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓർ വൈസ്രോയി സെർവ്ഡ് ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ് ഇൻ ഇന്ത്യ? താഴെ പറയുന്ന ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയികളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ സെർവ് ചെയ്തത്, ആ പദവിയിൽ ഇരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? ലോർഡ് ഡെൽഹൌസിയാണ്. മറക്കരുത്, നോട്ട് ചെയ്യുക. 1848 മുതൽ 1856 വരെ എന്താണ്? ലോർഡ് ഡെൽഹൌസി ഗവർണർ ജനറലായിട്ട് ഇരുന്നിട്ടുണ്ട്. വർഷം ശ്രദ്ധിച്ചോ? 1848 മുതൽ 1856. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ മനസ്സിലേക്ക്?
നമ്മൾ ഡൽഹൌസിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. വർഷം നമ്മൾ പറഞ്ഞതാണ് എത്രയാണ്? 1848. അപ്പോൾ 1848 എന്ത് ഡൽഹൌസി ഗവർണർ ജനറലായിട്ട് വരുന്നത്. 1848 മുതൽ 56 വരെ 8 വർഷക്കാലം ലോർഡ് ഡൽഹൌസി ഗവർണർ ജനറലായിട്ട് ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് എന്ത് ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡിൽ ഇന്ത്യയെ സെർവ് ചെയ്തത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. അപ്പോൾ 1848 മുതൽ 1856 വരെ ലോർഡ് ഡൽഹൌസിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണ് പെട്ടെന്നൊന്ന് നോക്കിയാലോ? ആദ്യമായി റെയിൽവേ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1853 ബോംബെ ടു താനെ റെയിൽവേ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1848 ലോർഡ് ഡൽഹൌസിയാണ്. ഇനി നമ്മൾ പറയാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എന്താണത്? ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ, ഇന്ത്യയിൽ ആദ്യമായി ടെലഗ്രാഫ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. എവിടം മുതൽ എവിടം വരെയായിരുന്നു ടെലഗ്രാഫ് ലൈൻ? ഫസ്റ്റ് കൽക്കത്ത മുതൽ ആഗ്ര വരെയായിരുന്നു. ഏകദേശം എത്രയാണ്? 800 മൈലായിരുന്നു ഡിസ്റ്റൻസ്. ഏകദേശം 800 മൈലായിരുന്നു ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. ഇത് ഓപ്പൺ ചെയ്തത് 1854 ഏകദേശം 800 മൈലായിരുന്നു എന്ത് കൽക്കത്ത ടു ആഗ്രയായിരുന്നു എന്ത് ടെലഗ്രാഫ് ലൈൻ ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ഡിസ്റ്റൻസ് ഏകദേശം 800 മൈലായിരുന്നു. അതുപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് 1848 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൽഹൌസിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഫസ്റ്റ് റെയിൽവേ ലൈൻ 1853 ബോംബെ ടു താനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അതും ലോർഡ് ഡൽഹൌസിയാണ്. അപ്പം റെയിൽവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ലോർഡ് ഡൽഹൌസിയാണ്. അതുപോലെ പോസ്റ്റൽ സ്റ്റാമ്പ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അതും ലോർഡ് ഡൽഹൌസിയാണ്. മറക്കരുത്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പോസ്റ്റൽ സ്റ്റാമ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലും ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. മറക്കരുത്. Which Governor General or Viceroy of India is associated with the establishment of the Department of Agriculture and Commerce? അപ്പം ഇന്ത്യയിൽ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? അത് ലോർഡ് മയോയാണ്. അപ്പം ഇന്ത്യയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് മയോ ആണ്. മറക്കരുത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് മയോ ആണ്. മറക്കരുത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആരാണ്? ലോർഡ് മയോയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആരാണ്? ലോർഡ് മയോ ആണ്. ഇനിയും എന്താണ്? പദവിയിലിരിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെട്ട ഒരേ ഒരു വൈസ്രോയേ ഉള്ളൂ. അതാരാണ്? അതും ലോർഡ് മയോ ആണ്. പദവിയിലിരിക്കുമ്പോൾ കൊല്ലപ്പെട്ട ഒരേ ഒരു വൈസ്രോയേ ഉള്ളൂ ഇന്ത്യയിൽ. ആരാണത്? ലോർഡ് മയോ ആണ്. 1872 ലോർഡ് മയോ കൊല്ലപ്പെടുന്നത്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ആരാണ് ലോർഡ് മയോയെ കൊല്ലുന്നത്? അത് ഷേർ അലി ഖാൻ ആണ്. മറക്കരുത്. പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് മയോയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് മയോയാണ്. പദവിയിലിരിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെടുന്ന ഒരേ ഒരു വൈസ്രോയേ ഉള്ളൂ. അതാരാണ്? ലോർഡ് മയോ ആണ്. ആരാണ് ലോർഡ് മയോയെ കൊല്ലുന്നത്? അത് ഷേർ അലി ഖാൻ ആണ്. എവിടെ വെച്ചാണ്? പോർട്ട് ബ്ലെയറിൽ വെച്ചാണ്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ വെച്ച് 1872 ലോർഡ് മയോ കൊല്ലപ്പെടുന്നത്. Under the reign of which Governor General was English made the official language of India? ഏത് ഗവർണർ ജനറലിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നത്? ഏത് ഗവർണർ ജനറലിന്റെ ഭരണകാലഘട്ടത്തിലാണ്? ആരുടെയാണ്? ലോർഡ് വില്യം ബെൻഡിക്കിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുന്നത് ഏത് ഗവർണർ ജനറലിന്റെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഭരണകാലഘട്ടത്തിലാണ്? അത് ലോർഡ് വില്യം ബെൻഡിക്കിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പം ലോർഡ് വില്യം ബെൻഡിക്ട് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ആര്? ലോർഡ് വില്യം ബെൻഡിക്ട്. അതുപോലെ തന്നെ സതി അബോളിഷ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് വില്യം ബെൻഡിക്ട് ആണ്. 1829 സതി അബോളിഷ് ചെയ്യുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുന്നത് ഏത് ഗവർണർ ജനറലിന്റെ കാലഘട്ടത്തിലാണ്? ലോർഡ് വില്യം ബെൻഡിക്കിന്റെ കാലഘട്ടത്തിലാണ്. മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത്? ഇനി അടുത്ത ചോദ്യം എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയത് ഏത് ആക്ട് പ്രകാരമാണ്? ഏത് വർഷമാണെന്ന് ഓൾറെഡി ആക്ടിൽ കാണും. അതുകൊണ്ട് തന്നെ അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ആയത് ഏത് ആക്ട് പ്രകാരമാണെന്നും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.